റിക്ഷയിൽ നിന്ന് ഖുറാനിൻ്റെ പേജുകളെന്ന് പറയപ്പെടുന്നവ അശ്രദ്ധമായി ഉപേക്ഷിച്ചുവെന്നും അതിൽ ചവിട്ടിയെന്നും ആരോപിച്ച് പോലീസ് അറസ്റ്റ് ചെയ്ത പാക് ക്രൈസ്തവ വിശ്വാസി തടവിൽ. 35 വയസ്സ് മാത്രം പ്രായമുള്ള കത്തോലിക്ക വിശ്വാസിയും ഓട്ടോറിക്ഷ ഡ്രൈവറുമായ ഡെന്നീസ് ആൽബർട്ടിനെതിരെ പാകിസ്ഥാനിലെ മതനിന്ദാ നിയമത്തിൻ്റെ വകുപ്പ് ചൂണ്ടിക്കാട്ടിയാണ് കേസെടുത്തിരിക്കുന്നത്. സെക്ഷൻ 295A മതവികാരം വ്രണപ്പെടുത്തൽ, സെക്ഷൻ 295B ഖുറാൻ അവഹേളനം എന്നിവ പ്രകാരം പരമാവധി 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കുന്നവയാണ് കുറ്റപത്രത്തിൽ ചാർത്തിയിരിക്കുന്നതെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. റിക്ഷയ്ക്ക് സമീപം നഗ്നപാതനായി ചില പേജുകളിൽ ആൽബർട്ട് നിൽക്കുന്നത് താൻ കണ്ടുവെന്നും സൂക്ഷ്മമായി അവ പരിശോധിച്ചപ്പോൾ ഇസ്ലാമിക ഗ്രന്ഥമായ ഖുറാനാണെന്ന് കണ്ടെത്തിയെന്നും മൊബീൽ ഇല്യാസ് എന്നയാളുടെ പരാതിയിൽ പറയുന്നു. അതേസമയം ഡെന്നീസ് മനഃപൂർവ്വം ചെയ്ത പ്രവൃത്തിയാണെന്ന് തെളിയിക്കുന്ന യാതൊന്നും തന്നെ ഇല്ലെന്നും മതനിന്ദാ കുറ്റം നിരപരാധികളെ കുടുക്കുന്നതിനുള്ള മാർഗമാക്കി മാറ്റിയിരിക്കുകയാണെന്നും ക്രിസ്ത്യൻ ഡെയിലി ഇൻ്റർനാഷണൽ പ്രതിനിധി ജമാൽ പറഞ്ഞു. സഹോദരൻ നിരപരാധിയാണെന്ന് വാദിച്ചപ്പോഴും ഇല്യാസും മറ്റ് മുസ്ലിങ്ങളും തന്നെ ആക്രമിച്ചതായി ഇമ്രാൻ ആൽബർട്ട് പറഞ്ഞു. ലളിതമായ ജീവിതം നയിക്കുന്ന റിക്ഷ ഡ്രൈവറാണ് തടവിലാക്കപ്പെട്ടിരിക്കുന്നത്. ഏതെങ്കിലും വ്യക്തിയുടെയോ സമൂഹത്തിൻ്റെയോ മതവികാരം വ്രണപ്പെടുത്താൻ സഹോദരന് ഉദ്ദേശ്യമില്ലായിരുന്നു. പോലീസ് സ്റ്റേഷനിൽ എത്തുമ്പോഴേക്കും തൻ്റെ സഹോദരനെ ജയിലിലേക്ക് അയച്ചിരുന്നു. ജുഡീഷ്യൽ റിമാൻഡിലായി ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം ജയിലിലേക്ക് അയക്കുകയായിരുന്നുവെന്നും സഹോദരൻ വെളിപ്പെടുത്തി. പാക് ക്രൈസ്തവരെ ലക്ഷ്യമിട്ട് ഭൂരിപക്ഷമായ ഇസ്ലാം സമൂഹവും ഭരണകൂടവും നടത്തുന്ന ഭരണകൂട ഭീകരതയുടെ ഏറ്റവും ഒടുവിലത്തേരെയാണ് ഡെന്നീസ്.